സയൻസിനെ കുറിച്ച് തന്നെ തുടരാം. അതിലെന്തെങ്കിലും പുതിയ ഗവേഷണങ്ങളെ കുറിച്ച് പറയാമോ? പുതിയ ഗവേഷണങ്ങളിൽ AI ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ ജോലികൾ ചെയ്യാനുള്ള കഴിവ് നേടുന്നുണ്ട്. ഉദാഹരണത്തിന് ഭാഷാ വിശകലനം, ചിത്രങ്ങൾ സൃഷ്ടിക്കൽ, അതുപോലെ വിവിധ സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കൽ തുടങ്ങിയവ. ഇതിൽ താങ്കൾക്ക് ഏതിലാണ് താല്പര്യം? വളരെ വിസ്മയകരമായ കാര്യങ്ങളാണല്ലോ. ഇനിയും എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? AI സാങ്കേതിക വിദ്യ ഇനിയും പല മേഖലകളിലും വലിയ മുന്നേറ്റങ്ങൾ നടത്തും. ഉദാഹരണത്തിന് ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങിയ പുണ്യകളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. താങ്കൾക്ക് ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ കൂടുതൽ അറിയണമെന്നുണ്ടോ? ഗതാഗത മേഖലയിലെ AI മാറ്റങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതെങ്ങനെയായിരിക്കും? ഗതാഗത മേഖലയിൽ AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വയം നിയന്ത്രിത വാഹനങ്ങൾ, ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം AI സംഭാവനകളാണ്. ഇത് യാത്ര കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കും. താങ്കൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രത്യേക വശത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? സ്വയം നിയന്ത്രിത വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അവയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? സ്വയം നിയന്ത്രിത വാഹനങ്ങൾ അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത കുരുക്ക് പരിഹരിക്കാനും സഹായിക്കും. ദീർഘദൂര യാത്രകളും കൂടുതൽ സുഖകരമാകും. കൂടാതെ ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചേക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? അതെ, ഈ സാധ്യതകൾ വളരെ വലുതാണ്. സുരക്ഷയെക്കുറിച്ചും സാങ്കേതികമായ വെല്ലുവിളികളെക്കുറിച്ചും അറിയാൻ ആഗ്രഹമുണ്ട്. സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. സെൻസറുകൾ, ക്യാമറകൾ, സോഫ്റ്റ്വെയർ എന്നിവയുടെ സഹായത്തോടെ വാഹനങ്ങൾ നിരത്തിലെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് പ്രവർത്തിക്കുന്നു. സാങ്കേതികപരമായ വെല്ലുവിളികളിൽ നെറ്റ്വർക്ക് തടസ്സങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇത്രയും മതി. ഈ വിവരങ്ങൾക്ക് വളരെ നന്ദി. സ്വാഗതം. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. മറ്റൊരു ദിവസം വീണ്ടും കാണാം. തീർച്ചയായും മീന. വിട. നല്ലൊരു ദിവസം